സാരില്ല പാറു, വിഷമിക്കണ്ട കേട്ടോ. അതെ അതെ, ഇനി സമയമുണ്ടല്ലോ, നമുക്ക് എപ്പോ വേണേലും പറയാലോ. നീ വിഷമിക്കണ്ട പാറു. അല്ല, അതിനിപ്പോ എന്താണ്ടായേ? ഓ, ഇന്ന് പറയാൻ വേണ്ടി ചെന്നതാ. മേഴ്സി വിളിച്ചോണ്ട് പോയി. കറക്റ്റ് സമയത്ത് ബെല്ല് ഓടിച്ചു. അതുകൊണ്ട് പറയാനും പറ്റിയില്ല. ആകെ സങ്കടത്തിലുമായി. അല്ല, ഞാൻ വിചാരിക്കുന്നേ എന്തിനാ മേഴ്സി മൈക്കിളിൻ്റെ പുറകെ നടക്കുന്നതെന്നാ. ഇപ്പം നോക്കിയാലും ഉണ്ട്. പിന്നെ ഉള്ള കളത്തരം മൊത്തം പറയുന്നുമുണ്ട്. എന്തായിരിക്കും കാര്യം? അത് തന്നെ എനിക്കും അറിയാൻ പാടില്ലാത്തത്. ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് കൊണ്ടു നടന്നത്. അത് ഓർക്കുമ്പോൾ സാരയില്ല പാറു, നാളെ നമ്മുടെ എക്സാം തുടങ്ങുമല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് മതി. എക്സാം കഴിഞ്ഞ് പിന്നെ സെലിബ്രേഷൻ ആണല്ലോ. നമുക്ക് ആ ദിവസം പറയാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷേനെല്ലാം അത് ബാധിക്കുമല്ലോ. അത് മതി കേട്ടോ. ഇനിയിപ്പോൾ അവൻ എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അതെ അതെ, നമുക്ക് സെലിബ്രേഷൻ തന്നെ എന്തായാലും പറയണം. ഫുൾ സപ്പോർട്ടുണ്ട്. പിന്നെ നമുക്ക് നാളെ എക്സാമിന് കുറേ പഠിക്കാനുണ്ടല്ലോ. അതെ അതെ, എന്തോരാ. മാത്സ് ആണെങ്കിലോ എനിക്കൊന്നും അറിയില്ല. ഇന്ന് വീട്ടിൽ പോയിട്ട് വേണം എല്ലാം ആദ്യം തൊട്ട് നോക്കാൻ. നാളെ ഏത് എക്സാം? നാളെ ഇംഗ്ലീഷാ. ഇന്ന് നമ്മൾ നേരത്തെ സ്കൂളിൽ വിട്ട് വീട്ടിൽ പോകുന്നു. നമ്മളെല്ലാം പഠിക്കുന്നു. രാവിലെ നല്ലതുപോലെ എക്സാം എഴുതുന്നു. ഓപ്പോസിറ്റ് വേർഡ്സ്: ആക്റ്റീവ്, ലേസി, അഫ്രൈഡ്, ബ്രേവ്, ആഫ്റ്റർ, ബിഫോർ. പിന്നെ ഇതെന്തുവാ? ആഹാ, നല്ല പഠിത്തമാണല്ലോ. ഡേ നൈറ്റ്, ഡേ നൈറ്റ്. എന്താ ഇതിനെ കൊണ്ട് എന്ത് ശല്യ? ശല്യോ? ഞാനോ? ആ അതെ, ഞാനൊന്ന് പഠിക്കുന്ന ചേച്ചി കാണില്ലേ? കണ്ട് വല്ല കാക്കയും മലന്ന് പറക്കണുണ്ടോ നോക്കിയിട്ട് വരാം. ആ സമയത്ത് വരെ 4 അക്ഷരം പഠിക്കുക ചേച്ചി. നാളെ പരീക്ഷയില്ലേ? ആ, അതൊക്കെ ഞാൻ പഠിച്ചതാ. ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പഠിച്ചിട്ടൊക്കെ തന്നെ വന്നത്. അല്ല, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം ഒന്നും ചോദിക്കണ്ട, എനിക്ക് കുറേ പഠിക്കാനുണ്ട്. പടംവര മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയോ? പടംവര മത്സരമോ? എന്താ വലിയൊക്കെ പോയോ? അല്ല, രാവിലെ ചിലരൊക്കെ പടംവര മത്സരം എന്ന് പറഞ്ഞ് ഇറങ്ങാനുണ്ടായിരുന്നല്ലോ. അത് മാറ്റി വെച്ചു. ഓ ഓ, അതാണോ? അത് തന്നെ. എന്തേ? ഞാൻ വിചാരിച്ചേ നീയേ ആ പള്ളിയിലച്ഛനെ കാണാൻ പോയി. ഓ ചേച്ചി, അവിടെ നിന്ന് അന്ന് വിട്ടില്ലേ? ഞാനത് കപ്പയെ വിട്ട്. വിട്ട് പരീക്ഷയ്ക്ക് മുട്ടയിടാണ്ടിരുന്നാൽ മതി. എന്നാ പിള്ളേരെ ഇവിടെ ഈ ചേച്ചി എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുക. എനിക്കെന്നെ ഒരുപാട് പഠിക്കാനുണ്ടമ്മേ. ഇവിടെ കിടന്ന് ബഹളം വെച്ച് കൊച്ചിനല്ല പഠിക്കാൻ പറ്റാന്ന് വന്ന. ഞാനൊന്നും സംസാരിച്ചില്ല അമ്മേ. നിനക്കൊന്നും പഠിക്കാനില്ലേ? പോയിരുന്ന് പഠിച്ചേ. രണ്ടും കൂടി തുടങ്ങിക്കോളും. പരീക്ഷ മാർക്ക് വരട്ടെ, ബാക്കി അപ്പ. വലിയ കാര്യം ഉണ്ടായിരുന്നു. സാഡ് ഹാപ്പി, സാഡ് ഹാപ്പി. വയ്യാതെ സാഡായിക്കോളും.